എൻ്റെ അടുത്ത് എല്ലാവരും പറയുന്നത് എൻ്റെ ലൈഫ് ഇവിടെ കൊണ്ട് എൻഡ് ചെയ്തു, എനിക്ക് ഫ്യൂച്ചറിൽ പ്രഗ്നൻ്റ് ആവാൻ പറ്റത്തില്ല, എനിക്കിനി ഒരു നല്ല ലൈഫ് ഉണ്ടാവില്ല, എന്നെ ആരും കല്യാണം കഴിക്കില്ല. എൻ്റെ ഫോണിൽ ഫുള്ള് ഫോൺ കോൾസ് ആയിരുന്നു. നീ കൊടുക്കരുത്, നിൻ്റെ ലൈഫ് തീർന്നു, നിൻ്റെ അച്ഛന് ഇപ്പോൾ 60 വയസ്സായി, ഇപ്പോൾ ആൾ മരിച്ചപ്പോൾ ഒരു കുഴപ്പമില്ല, നിനക്കാണ് ലൈഫ്, നിനക്ക് 27 വയസ്സായി, നിനക്ക് ഇനിയും വർഷം കിടക്കുകയാണ്, അച്ഛനേക്കാൾ ഇരട്ടി വർഷം ജീവിക്കാനുണ്ട്, ചിലപ്പോൾ നീ സർജറിയുടെ ടൈമിൽ മരിച്ചു പോയാലോ, എന്ത് ചെയ്യും എന്നൊക്കെയാണ് ചോദിച്ചുകൊണ്ടിരുന്നത്. എൻ്റെ മൈൻഡിലെന്ന് പറഞ്ഞാൽ എൻ്റെ അച്ഛൻ്റെ ലൈഫ് എങ്ങനെയെങ്കിലും രക്ഷിക്കുക. കാരണം എൻ്റെ അച്ഛന് ലാസ്റ്റ് സ്റ്റേജ് ഓഫ് ലിവർ സിറോസിസും ആയിരുന്നു, ലിവർ ക്യാൻസർ ഡിറ്റക്ട് ചെയ്ത ടൈമായിരുന്നു. ശരിക്കും പറഞ്ഞ ഒരു ഡോണറിന് വേണ്ടത്, ഡൊണേഷൻ്റെ ടൈമിൽ ആദ്യം വേണ്ടത് ഒരു മെൻ്റൽ സപ്പോർട്ടാണ് വേണ്ടത്. അങ്ങനത്തെ ഒരു മെൻ്റൽ സപ്പോർട്ട് എനിക്ക് ഒരിടത്തൊന്നും കിട്ടിയിട്ടില്ല. എൻ്റെ ഫുൾ ലിവർ എടുത്തുകൊണ്ട് പോവുകയാണെന്നൊക്കെയാണ് എല്ലാവരും വിചാരിക്കുന്നത്. എൻ്റെ മൊത്തം ലിവർ അച്ഛന് കൊടുക്കുക അങ്ങനെയൊക്കെയാണ്. ലിവറിൻ്റെ ഒരു പോർഷൻ മുറിച്ചിട്ട് നമ്മളൊരു ഗൂഗിളിൽ ഫസ്റ്റ് നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ ആദ്യം കാണുന്നത് എന്താ, ലിവർ കൊടുത്തിരുന്ന നേരത്തെ പറഞ്ഞാൽ നോർമലാണ് ആൾ, സാധാ പോലെ ഭക്ഷണം കഴിക്കാം, സാധാ ജോലികളെല്ലാം ചെയ്യാം, സാധാ പ്രഗ്നൻ്റ് ആവാം, പ്രശ്നമില്ല. ഈവൻ ലിവർ ട്രാൻസ്പ്ലാന്റ് കഴിഞ്ഞ ആൾക്ക് വരെ, രോഗിക്ക് വരെ പ്രഗ്നൻ്റ് ആവും. ഞങ്ങൾ വളരെ ഒരു മോശം സിറ്റുവേഷനിലായിരുന്നു. എനിക്ക് നല്ല ഓർമ്മയുണ്ട്, ജനുവരി ഫെബ്രുവരി മാർച്ച് 13 സർജറി. ആ സർജറി വരെ ഞങ്ങളെടുത്തൊരു മെൻ്റൽ സ്ട്രെസ്സുണ്ട്. കാരണം ഞാൻ, അമ്മ, അനിയത്തി, ഞങ്ങൾ 3 പേരും കൂടി എടുത്തത്, ഞങ്ങൾക്ക് ആകെയുള്ളത് അച്ഛനാണ്. അപ്പോൾ അച്ഛന് വേണ്ടിയിട്ട് ഞങ്ങൾ അതിന് മുമ്പ് 2 ഹോസ്പിറ്റൽസിൽ കൺസൾട്ട് ചെയ്തു. അത് കഴിഞ്ഞിട്ടാണ് ലേക്ക് ഷോറിൽ വരുന്നത്. അപ്പോൾ ലേക്ക് ഷോറിൽ വന്നു കഴിഞ്ഞിട്ടാണ് ഞങ്ങളൊന്ന് ശ്വാസം വിടുന്നത്.